ഇപ്പോൾ KR സാജുവും കൂടെ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. സാജു, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശദീകരണം നമ്മൾ കേട്ടു കഴിഞ്ഞു. ആ വിശദീകരണത്തിൽ അവന്തികയുടെ ആരോപണങ്ങൾക്കാണ് വിശദീകരണം രാഹുൽ നൽകിയത്. പക്ഷേ രാഹുലിന്റെ സംസാര ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഒന്നും തന്നെ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് രാജിയിലേക്കെന്നുള്ള ഒരു സൂചന പറയാതെ പറയുന്നുണ്ട് ശരീരഭാഷയിലൂടെ രാഹുൽ. നമുക്ക് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ കഴിയുക? രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണം അവന്തികയുടേത് മാത്രമല്ല, അല്ലാതെ രാഹുലിന്റെ തന്നെ ശബ്ദരേഖയുള്ള ശബ്ദ സന്ദേശങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. ഒരു അതിജീവിതയോട് രാഹുൽ അപേക്ഷിക്കുന്നതും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതും അതിനായി ഭീഷണിപ്പെടുത്തുന്നതും ആത്മഹത്യാ ഭീഷണി മുടക്കുന്നതും അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതാണ്. അതിനൊക്കെയാണ് രാഹുൽ മറുപടി പ്രധാനമായും വരേണ്ടിയിരുന്നത്. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടം മറുപടി പറയുന്നില്ല. അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞു പോകുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ മാത്രമല്ല, മാധ്യമപ്രവർത്തകരുടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഉത്തരം നൽകാതെ താൻ തന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല, തന്നെ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്നും മറുപടിയിൽ നിന്നും ഒക്കെ വ്യക്തമാണ്. ആകെ ഉള്ളത് അവന്തികയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവന്തികയോട് വിളിച്ച് സംസാരിക്കുന്ന ശബ്ദ സംപ്രേഷണങ്ങൾ പുറത്തുവിട്ടോട്ട് തന്നെ കൊടുക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അക്കാര്യം നേരത്തെ തന്നെ അവന്തിക തന്നെ അറിയിച്ചതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇതിലും വലിയ തെളിവുകളായി പുറത്തു വന്നത് ഒരു അതിജീവിതയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന സംസാരമായിരുന്നു. അവിടെ നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് ആ സംഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു, അവരെ അസഭ്യം പറയുന്നുണ്ടായിരുന്നു. അതിലൊക്കെ ഉള്ളത് രാഹുലിന്റെ ശബ്ദമല്ല എന്ന് പോലും രാഹുൽ ഇപ്പോൾ പറയുന്നില്ല. അത് സംബന്ധിച്ച ചോദ്യങ്ങളിലേക്കൊന്നും കാത്തു നിൽക്കാൻ പോലും രാഹുൽ തയ്യാറാവാതെ മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. രാഹുലിന് പറയാനുള്ള അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞു പോകുന്നു. ബാക്കി വൈകാരികമായി താൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല, തന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്ക് തല കുനിക്കേണ്ടി വരില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒന്നും പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല പൂർണ്ണമായും എന്നുള്ളതാണ് വസ്തുത. അവന്തികയുമായി ബന്ധപ്പെട്ട അവന്തിക പേര് പറഞ്ഞ് സ്വയം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അതിനു മാത്രമാണ് കാര്യം പറയുന്നത്. അവന്തിക ഇങ്ങോട്ട് വിളിച്ച ശേഷം ഒരു റിപ്പോർട്ടർ തന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു. ചേട്ടനെ കുരുക്കാൻ എന്തോ നീക്കമുണ്ട് എന്ന് അറിയിച്ചു. അവർ ആ റിപ്പോർട്ടറുമായുള്ള അവരുടെ സംഭാഷണം രാഹുലിന് നേരത്തെ കൈമാറി. അതിനുശേഷം ആരോപണം ഉന്നയിച്ചത് എന്താണ് ആ സുഹൃത്ത് എന്നറിയില്ല എന്ന വാദം രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്നതാണ് നമ്മൾ ആകെ കണ്ടത്. ഞാൻ കാരണം പ്രവർത്തകർ തലകുനിക്കരുത് എന്ന് പറയുമ്പോഴും ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ആ ഒരൊറ്റ ആരോപണമല്ല രാഹുലിനെതിരെ ഉയർന്നു വന്നത്. രാഹുലിന്റെ തന്നെ ശബ്ദമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അതടക്കമുള്ളതിന്റെ കാര്യത്തിൽ രാഹുൽ ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങനെ ഉത്തരം പറയാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, രാഹുലിനെ വളരെ ക്ഷീണിതനായിട്ടാണ് ഇന്ന് കാണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷത്തിൽ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന പൊതുപ്രവർത്തകൻ, അയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ആകെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട അവസരത്തിൽ ഇന്നലെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ വിലക്കിയതാണ് വാർത്താ സമ്മേളനം നടത്തുന്നതിൽ നിന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ രാജിയിലേക്കുള്ള സമ്മർദ്ദം ശക്തമായപ്പോഴായിരിക്കും തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് സ്ഥാപിക്കാനായി രാഹുൽ മാങ്കൂട്ടം അവന്തികയുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോയുമായി എത്തിയത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അല്ലാതെ രാഹുലിനെതിരെ ഉയർന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾക്ക്, രാഹുലിന്റെ തന്നെ ഓഡിയോ ഉള്ള ഒരു അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറുപടി പറയേണ്ടതായിരുന്നു. അതിന് പറയാതെ രാഹുൽ പോയിരിക്കുന്നു. അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിശദീകരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിശദീകരിക്കപ്പെടണമായിരുന്നു. അതിന്റെ വിശദീകരണത്തിലേക്കും രാഹുൽ മാങ്കൂട്ടം പോയിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ അദ്ദേഹത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ, അതിന് മറുപടി നൽകാൻ, അതിന് വിശദീകരണം നൽകാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിനു പുറമെ എത്രയോ ചാറ്റ് ഷോട്ടുകൾ പുറത്തു വന്നു, എത്രയോ അശ്ലീല സന്ദേശങ്ങൾ അടങ്ങിയ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. അതിനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടിയില്ല. തന്നെ കേൾക്കുന്നില്ല എന്ന വാദം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികരിക്കാൻ ഓരോ
വാർത്തകൾ പുറത്തു വരുമ്പോഴും അവസരമുണ്ടായിരുന്നു. അങ്ങനെ അവസരമില്ലാത്ത ഒരു ജനപ്രതിനിധിയല്ല രാഹുൽ മാങ്കൂട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ അവന്തികയെ ഒരു ഗൂഢാലോചന നടത്തി എന്ന തരത്തിൽ അവതരിപ്പിക്കാനാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങളിലേക്ക്, ഗുരുതരമായ ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് ഒന്നും മറുപടി നൽകുന്നില്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിരോധം ദുർബലമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള താൻ രാജിക്ക് തയ്യാറല്ല എന്ന സൂചന കൂടി രാഹുൽ മാങ്കൂട്ടം ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടതിലൂടെ നൽകുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞതിൽ നിന്നല്ല, രാജി സന്നദ്ധനായ ഒരാളെ പോലെയല്ല രാഹുൽ തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ മറുപടിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അജി, ചോദ്യങ്ങൾക്കൊന്നും തന്നെ KR സാജു സൂചിപ്പിച്ചതുപോലെ ഒരു മറുപടിയും രാഹുൽ നൽകുന്നില്ല. ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. അതിജീവിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം നൽകിയത്. ഇപ്പോൾ നോക്കൂ KR സാജു, ഇവിടെ പാർട്ടിയെ കൂടെ ഒന്ന് പ്രതിരോധത്തിലാക്കുന്ന ഒരു സമീപനമല്ലേ രാഹുൽ ഇന്നത്തെ ഈ വിശദീകരണത്തിലൂടെ നൽകിയത്? അതായത് തനിക്ക് കേൾക്കാനുള്ളത് കേൾക്കുന്നില്ല എന്നുള്ള ആ മുനവെച്ച സംസാരം പാർട്ടിക്കൂടിയുള്ള പാർട്ടിയോട് പറയുന്ന ഒരു കാര്യമായിട്ടല്ലേ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. കാരണം പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ട് രാഹുലിന്റെ രാജിക്കായി. വനിതാ പ്രവർത്തകരടക്കം പ്രിയങ്ക ഗാന്ധിക്ക് കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കുമ്പോൾ പാർട്ടിയെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന, അല്ലെങ്കിൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ള ഒരു വിശദീകരണം കേൾക്കണമെന്നുള്ള ഒരു ന്യായീകരണം ഇവിടെ മുന്നോട്ട് വെക്കുകയല്ലേ ശരിക്കും രാഹുൽ ചെയ്യുന്നത്? രാഹുൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്ന് പറയുമ്പോഴും തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് പറയുന്നത് മാധ്യമങ്ങളോടാണെങ്കിൽ അത് പാർട്ടിക്ക് കൂടിയുള്ള സന്ദേശമാണ്. കാരണം രാജി ആവശ്യമുയർന്നത് പാർട്ടിക്കുള്ളിൽ നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം അടക്കമുള്ളവരാണ് രാജി ആവശ്യം രാഹുലിന് മുന്നിൽ വെക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ആ വാദങ്ങൾക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല. അത് പാർട്ടിക്കുള്ള ഒരു സന്ദേശം കൂടിയായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അപ്പോഴും ഒരു കാര്യമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ഈ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾ നൽകണമായിരുന്നെങ്കിൽ ഇന്ന് നൽകാമായിരുന്നല്ലോ.